കാസർഗോഡ് പൈവളികയിലെ 15-കാരിയുടെ മരണത്തിൽ പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. 15 വയസ്സുകാരിയെ കാണാതാകുമ്പോൾ ഒളിച്ചോട്ടമായി കാണരുതെന്ന് പോലീസിനോട് കോടതി. അന്വേഷണത്തിലുണ്ടായ വീഴ്ചകളിലും കോടതി വിശദീകരണം നേടി. അതേസമയം അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചില്ല എന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, അതിരൂക്ഷമായിട്ടുള്ള വിമർശനം പോലീസിനെതിരെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. VVIPയുടെ പോലീസാണോ ഇത്, അല്ലെങ്കിൽ VVIP ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചതാണ്. ഇത് പോലീസ് ഏത് തരത്തിലുള്ളൊരു വിശദീകരണമാണ് ഇതിനകത്ത് നൽകുന്നത്? അപർണ, ഈ കേസ് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചില്ല എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. അതേസമയം ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ഇത്ര തടസ്സമെന്നാണ് കോടതി ചോദിച്ചത്. നമുക്കറിയാം, 200 മീറ്റർ അകലെയായിരുന്നു ഈ പെൺകുട്ടിയുടെയും ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ പ്രദീപിന്റെയും മൃതദേഹങ്ങൾ 3 ആഴ്ചയ്ക്ക് ശേഷം 26 ദിവസത്തിന് ശേഷം കണ്ടെത്തിയത്. ആ ഒരു സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ അമ്മ ഹേബിയസ് കോർപ്പസ് ഉൾപ്പെടെ ഫയൽ ചെയ്തിട്ടും അതിൽ നീക്കങ്ങൾ ഉണ്ടായില്ല എന്ന് തന്നെയാണ് കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത്. VIPയുടെ മകളായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്നും കോടതി പോലീസിനോട് അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് 15 വയസ്സുള്ള പെൺകുട്ടി ആയതുകൊണ്ട് അതിനെ ഒളിച്ചോട്ടമായി കാണരുതെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം പോലീസിന് ഭാവിയിൽ പാഠമാകണം. സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നുണ്ട്. അതിനനുസരിച്ച് പോലീസ് ആക്ട് ചെയ്യാനുള്ള മിനിമം ബുദ്ധി കാണിക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനമായിരുന്നു കോടതി പോലീസിന് നേരെ ഉന്നയിച്ചതും. അതേ തുടർന്നാണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് ഡയറിയുമായി ഹാജരാകണം എന്ന് കോടതി നിർദ്ദേശിച്ചത്. ഉത്തരവിട്ടത് അതിനുശേഷമാണ്. അത് മാത്രമല്ല, ഇന്ന് രാവിലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരായപ്പോൾ പോലീസിന് വീഴ്ചയില്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നിയമപാലകർ പാലിക്കേണ്ടുന്ന ചില ചട്ടങ്ങളും മര്യാദകളും ഉണ്ട്. അത് പോലീസിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് അതിൽ വീഴ്ച വരുത്തിയതെന്ന് കോടതി പോലീസിനോട് ആരായുന്നുണ്ട്. നിയമം എല്ലാവർക്കും, തെരുവിൽ കിടക്കുന്ന ആളായാലും VIPയുടെ മകളായാലും ഒക്കെ, VIP ആയാലും ഒക്കെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ VIPയുടെ മകളായിരുന്നെങ്കിൽ ഇത്തരത്തിൽ പോലീസ് ആക്ട് ചെയ്യാമായിരുന്നോ എന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല, 7 ദിവസത്തിന് ശേഷം പോലീസ് നായയെ വിട്ടതിലെ വീഴ്ച പോലീസ് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഫോൺ ലൊക്കേഷൻ വീടിനടുത്താണെന്ന് കൂടി ആയിരുന്നു എന്ന് കൂടി മനസ്സിലായിട്ടും പോലീസ് അതിൽ കൂടുതൽ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഈ 3 ആഴ്ചയ്ക്ക് ശേഷം എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെയും ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവറുടെയും മൃതദേഹം കണ്ടെത്താൻ ഇത്ര വൈകിയത്? മൃതദേഹം ജീർണിച്ചു തുടങ്ങിയിരുന്നു. തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇതിൽ എന്താണ് സംഭവിച്ചത്? അതായത് ആത്മഹത്യയാണ് എന്ന് പ്രാഥമിക നിഗമനം മാത്രമേ ഉള്ളൂ. അതിൽ തുടർ പരിശോധനകൾ വേണം. ഇതിൽ 15 വയസ്സുള്ള പെൺകുട്ടിയാണ്. പോക്സോ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ 15 വയസ്സുള്ള പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഈ ഇടക്കാല ഉത്തരവോടുകൂടിയായിരുന്നു ഇന്നലെ കോടതി പോലീസിനെ അങ്ങേയറ്റം രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായത്. അത് ഈ ഒരു നിയമത്തിന്, അതായത് സാധാരണക്കാർക്ക് നിയമത്തിന്റെ പരിരക്ഷ ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് വരുത്തിയ വീഴ്ച അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കോടതി വിമർശിച്ചത്. ഇത് പോലീസിന് ഭാവിയിൽ പാഠമാകണം. നിയമം പരിരക്ഷ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും അത് നൽകാനുള്ള ഉത്തരവാദിത്തം, ബാധ്യത പോലീസ് നിയമപാലകരായി തുടരുമ്പോൾ ഉണ്ട് എന്നും കോടതി സൂചിപ്പിച്ചു. അതായത് ആ ഗ്രാമം മുഴുവൻ ഈ 2 പേരെ അന്വേഷിച്ച ദിവസങ്ങൾ ചെലവിടുക, അവസാനം ഈ ഒരു കാഴ്ചയിലേക്ക് എത്തുക, അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോഴൊക്കെ പോലീസ് അനങ്ങാതെ നിന്നു. ഈ വിഷമങ്ങൾ മനസ്സിലാക്കിയില്ല എന്നതടക്കമുള്ള അത്തരം കാര്യങ്ങളൊക്കെയും കോടതി പരാമർശിച്ചു പോവുകയുണ്ടായോ? തീർച്ചയായിട്ടും കാരണം അപർണ സൂചിപ്പിച്ചതുപോലെ 26 ദിവസത്തിന് ശേഷം ഈ പെൺകുട്ടിയെയും ഈ ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ പ്രദീപിനെയും കണ്ടെത്തുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണ് എന്നായിരുന്നു കോടതി. ഇത്രയും കാലതാമസം ഉണ്ടായത് എങ്ങനെയായിരുന്നു എന്നാണ് കോടതി ചോദിച്ചത്. അങ്ങനെയാണ് പോലീസ് അന്വേഷണത്തിൽ വരുത്തിയ അപാകത അല്ലെങ്കിൽ വീഴ്ച
അതിരൂക്ഷമായ രീതിയിലാണ് കോടതി വിമർശിച്ചത്. ഈ ഒരു സാഹചര്യം, അതായത് നാട്ടുകാർ മുഴുവൻ ഈ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ട്, ഈ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണം തുടർന്നിരുന്നത്, എവിടെയോ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചു പോയിരുന്നു, അതല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്കായിരുന്നു പോയിരുന്നത് എന്ന് മനസ്സിലാക്കാൻ 3 ആഴ്ച സമയം വേണ്ടി വന്നു. അത് നാട്ടുകാർ ഒന്നടങ്കം ആ പ്രദേശം മുഴുവൻ തിരച്ചിൽ നടത്തുമ്പോഴും പോലീസ് നിഷ്ക്രിയരായി നിന്നു എന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന വിമർശനം. ഇത്തരം സാഹചര്യങ്ങൾ ഇനി ആവർത്തിക്കരുത്. നമുക്കറിയാം, മലപ്പുറത്ത് തന്നെ 2 പെൺകുട്ടികൾ മിസ്സിംഗ് ആയിരുന്ന സാഹചര്യത്തിൽ പോലീസ് എത്ര ജാഗ്രതയോട് കൂടിയാണ് ആ കേസ് അന്വേഷിച്ചത്. പക്ഷെ അത്തരം ജാഗ്രതകൾ സാധാരണക്കാരുടെ കേസുകളിൽ കാണുന്നില്ല എന്നു തന്നെയാണ് കോടതി മുന്നോട്ട് വെച്ചത്. അത് VIP ആയാലും സാധാരണക്കാരനായാലും നിയമപരിരക്ഷ നൽകേണ്ടവർക്ക് നൽകുക എന്നുള്ളതാണ്. നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ള നിരീക്ഷണമായിരുന്നു കോടതി കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചത്. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് അതിരൂക്ഷമായ വിമർശനമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസ് ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കരുത് സംഭവം. ഇതിനകത്ത് പൈവളികയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല. കുറ്റകൃത്യങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ഈ പോലീസ് സ്റ്റേഷൻ തുടങ്ങണമെന്നുള്ള ഒരു ആവശ്യം പലപ്പോഴും വന്നു. അത് ഈ നടപടികളിൽ ഒതുങ്ങുന്നു. സ്റ്റേഷൻ നിർമ്മാണവും എവിടെയും എത്താതെ പോകുന്നു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നു പൈവളിക അടക്കമുള്ള പഞ്ചായത്തുകൾ. സ്വാഭാവികമായിട്ടും ജോലിഭാരം പോലീസിന് കൂടുതലാണ്. ഇതെല്ലാം കൂടെ ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കാതലായ ഒരു വിഷയമുണ്ട്. ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കോടതി അറിയിക്കുകയുണ്ടായോ? കോടതി ഈ എവിടെയെങ്കിലും തൊട്ടുപോയോ ഈ വിഷയം? അതായത് അപർണ സൂചിപ്പിച്ച കാര്യം ശരിയാണ്. പക്ഷേ ഇതിനുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. DYSPയും അതുപോലെ തന്നെ SHOയും ഉൾപ്പെടെ നേതൃത്വത്തിൽ ആ പ്രദേശത്തെ SIമാരെയൊക്കെ ചേർത്തിട്ടായിരുന്നു ഈ ഒരു ടീം ഉണ്ടാക്കിയത്. ഈ ടീമിന് പോലും, അതായത് DYSP സുനിൽകുമാറായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തലവൻ. ഈ ടീമിന് പോലും കൃത്യമായി ഈ ഒരു അന്വേഷണത്തിന് വേണ്ടി ഒരു ടീം ഫോം ചെയ്തിട്ട് പോലും അതിൽ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് എത്താനോ അതല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകാനോ DYSPക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘ തലവന് കഴിഞ്ഞില്ല. പോലീസ് സംഘം അതിനനുസരിച്ച് ആക്ട് ചെയ്തില്ല. പോലീസ് നായയെ ഉപയോഗിച്ചത് പോലും വളരെ വൈകിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതി ചൂണ്ടിക്കാട്ടുമ്പോൾ അപർണ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പൈവളികയിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പോലീസുകാർ നേരിടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ചർച്ചയിൽ ഉണ്ടായിരുന്നതുമാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഒരു 15-കാരി പെൺകുട്ടിയെ മിസ്സിംഗ് കേസിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട ഹേബിയസ് കോർപ്പസ് അവരുടെ അമ്മ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നു. ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നു. അതേ തുടർന്ന് അന്വേഷണ സംഘം ഉണ്ടായപ്പോഴും ഈ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരുന്ന ഒരു സീരിയസ് ആയിപ്പോലും അത്രയും സീരിയസ് ആയി ഉള്ള ഒരു വിഷയത്തിൽ പോലും പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു എന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് സമൂഹത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം എല്ലാ ദുരന്തത്തിനും കാരണമാകുമെന്നും കോടതി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. കുട്ടികളിൽ മൊബൈൽ സ്വാധീനം എല്ലാം വലിയ ദുരന്തമുണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല, കേസ് ഡയറി പരിശോധിച്ച ശേഷം 1:45 കേസ് വീണ്ടും വിളിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപർണ, 1:45 കേസ് വീണ്ടും വിളിക്കും. ഏതായാലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലീസ് അതിൽ ന്യായീകരണം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകളിൽ ഉടൻ നടപടി വേണമെന്നുള്ളൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. ആജ്ഞയിലേക്ക് എത്താം. അതിനു മുൻപ് KV ബൈജു കൂടി കാസർഗോഡ് നമുക്കൊപ്പം ചേരുന്നു. പൈവളിക ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. ഇങ്ങനെ ഒരു അന്വേഷണ സംഘം വരികയും ഇത്രയും മണിക്കൂറുകൾ അല്ലെങ്കിൽ അന്വേഷണം ദിവസങ്ങളോളം നടത്തിയിട്ടും ഇതിലേക്കാണ് എത്തിച്ചേർന്നത്. ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ നിന്ന്? അപർണ, ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതായത് ഇതൊരു ഒളിച്ചോട്ടമാണെന്ന രീതിയിലായിരുന്നു തുടക്കത്തിൽ പോലീസ് കേസ് കൈകാര്യം ചെയ്തത്. അത് തന്നെയാണ് കോടതിയും ഇപ്പോൾ പരാമർശിച്ചിട്ടുള്ളതും. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ സംഭവം നടന്ന് 26 ദിവസമാണ് ഊർജിതമായ ഒരു അന്വേഷണത്തിലേക്ക് പോലും പോലീസ് കടന്നത്. ഒരു 15 വയസ്സുകാരിയെ കാണാതായിട്ട് അത് ഒളിച്ചോട്ടമാണെന്ന രീതിയിൽ
നിസ്സാരമായി അതിനെ കൈകാര്യം ചെയ്തു എന്ന് തന്നെയാണ് ആ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ മരണകാരണം പോലും ഇപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ മൃതദേഹങ്ങൾ പഴക്കമുള്ളതായി മാറി. അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇപ്പോഴും എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് ഈ ദിവസം വൈകിയതിന്റെ മറ്റൊരു കാരണമാണ്. ഏതായാലും 20 ദിവസം മുൻപ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുമെന്ന ഒരു നിഗമനമാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമികമായി. പക്ഷേ 26 ദിവസം കഴിഞ്ഞാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ വീടിന് സമീപത്ത് ഈ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ലഭിച്ച സ്ഥലത്ത് പരിശോധന നടത്താതെ ഗുരുതരമായ വീഴ്ചയായി തന്നെയാണ് നേരത്തെയും AKM അഷ്റഫ് MLA പോലുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. അത് തന്നെയാണ് കോടതി പരാമർശത്തിലും ഇപ്പോൾ വന്നിരിക്കുന്നത്. അപർണ. രവി ബൈജു വിവരങ്ങൾ നൽകിയത്. രവീന്ദ്രനാണ് ഹൈക്കോടതിയിൽ നിന്നും വിവരങ്ങൾ.